പാതിവില തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ടവർക്കായി ഓൾ ഇന്ത്യ പറവൂർ യൂണിറ്റും ഡിവൈഎഫ്ഐ പറവൂർ ബ്ലോക്ക് കമ്മിറ്റിയും സംയുക്തമായി ചേർന്ന് സഹായമൊരുക്കും. പണം നഷ്ടപ്പെട്ടവർക്കായുള്ള ആലോചനാ യോഗത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ നിർവഹിച്ചു. പാതിവിലക്ക് ഇരുചക്ര വാഹനങ്ങളും ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഓഫർ കൊള്ളയിൽ പണം നഷ്ടപ്പെട്ടവർക്ക് സഹായമൊരുക്കും. പണം തിരികെ ലഭിക്കാനും നിയമസഹായത്തിനുമായി ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ പറവൂർ യൂണിറ്റും ഡിവൈഎഫ്ഐ പറവൂർ ബ്ലോക്ക് കമ്മിറ്റിയും സംയുക്തമായി ചേർന്നാണ് സൗജന്യ സഹായമൊരുക്കുന്നത്. പണം നഷ്ടമായവരുടെ ആലോചനാ യോഗത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ നിർവഹിച്ചു. പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകാനല്ല, വളരെ ഒരുമിച്ച് നല്ല ജാഗ്രതയോടുകൂടി ഇതുപോലൊരു തട്ടിപ്പ് നാളെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കാവുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ജാഗ്രതയോടുകൂടിയുള്ള ഒരു സമീപനം സാധാരണക്കാരന് പറ്റണം. സാധാരണക്കാരനും ഒരു കരുത്തുണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട്. അതിനാവശ്യമായ നിയമസഹായങ്ങൾ സൗജന്യമായി നമ്മൾ തരും. അത് പറവൂർക്കാരെ പറ്റിച്ച് ഈ നാട്ടിലുള്ള ആളുകളെ തന്നെ പറ്റിച്ച് പോകാവുന്ന സാഹചര്യം ഉണ്ടാകരുത്. പണം കൊടുക്കാനുള്ള വശങ്ങൾ സ്വീകരിച്ചില്ലെങ്കിലും നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും മറ്റെല്ലാ രീതിയിലും ഇത്തരം ആളുകളെ എക്സ്പോസ് ചെയ്യാനും അത്തരം ആളുകളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കുന്ന എല്ലാ പണിയും ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊപ്പം അങ്ങനൊരു കൂട്ടായ്മയിലൂടെ നമുക്ക് ഒരുമിച്ച് ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് പരിശോധിക്കുന്നത്. അഡ്വക്കേറ്റ് റാഫേൽ ആന്റണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഭിഭാഷകരായ ടി ജി അനൂപ്, ശ്രീറാം ഭരതൻ, പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ്, ടി ആർ ബോസ്, എം രാഹുൽ, എൻ ശ്രേയ, അഖിൽ ബാവച്ചൻ, പി ആർ സജേഷ് കുമാർ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. ക്രൈം നമ്പർ 119/2025 നമ്പറായിട്ട് പുതിയ നിയമത്തിലെ പുതിയ ഇന്ത്യൻ പീനൽ കോഡ് മാറിയിട്ട് ഭാരതീയ ന്യായ സംഹിതയിലെ 316, 318 അതായത് ബ്രീച്ച് ഓഫ് ട്രസ്റ്റും ചീറ്റിങ്ങും വെച്ചിട്ടാണ് കേസെടുത്തിട്ടുള്ളത്. അതിശക്തമായ നടപടിയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇവിടെ പറവൂരിലെ പ്രഗത്ഭരായ ഒത്തിരി സിവിൽ അഭിഭാഷകരുള്ള ഒരു സംഘടനയാണ് ലോയേഴ്സ് യൂണിയൻ. അതേപോലെ തന്നെ ക്രിമിനൽ രംഗത്തും അവരുടെ പൂർണ്ണമായ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കും എന്ന് ഉറപ്പു തരികയാണ്. അത് ഫ്രീ ഓഫ് ചാർജിലായിരിക്കും. വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ KR ഗംഗാധരൻ സ്മാരക ഹാളിന് സമീപം ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കും. ന്യൂസ് ബ്യൂറോ, പറവൂർ. ദീപാവലി ബോണസ് വല്ലതും കിട്ടിയോ? എന്റെ മോള് എന്റെ നാട്ടിലെ ആദ്യത്തെ പൈലറ്റായി. അവളുടെ അഡ്മിഷന്റെ നേരത്ത് എനിക്ക് കൈത്താങ്ങായത് മണപ്പുറം ഗോൾഡ് ലോണാണ്. മണപ്പുറം ഗോൾഡ് ലോൺ പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു.